ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ കീം ഓൺ ഫയർ. ഇപ്പോൾ നമ്മൾ ക്യുസാറ്റിൻ്റെ PVQs ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പാർട്ട് 5ൻ്റെ ഒരു ഹോംവർക്ക് പ്രോബ്ലം ഉണ്ടായിരുന്നു, അത് നമുക്ക് നോക്കാം. സോ നോർമലി ക്യുസാറ്റിൽ ചോദിക്കുന്നത് കീമിനേക്കാൾ ഇച്ചിരി കൂടെ ലെവൽ കൂടിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. പക്ഷേ ചിലപ്പോഴൊക്കെ രണ്ടും സിമിലറായിട്ടും വരാറുണ്ട്. അപ്പോൾ ക്യുസാറ്റിൻ്റെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് കീം എഴുതാൻ പറ്റും. ബട്ട് ക്യുസാറ്റിന് വേണ്ടി നമുക്ക് ഇച്ചിരി കൂടെ കുറച്ചുകൂടെ ചിലപ്പോൾ ഒരു സെക്കൻഡ് ലെവലിലേക്ക് കൂടെ ചോദിക്കാറുണ്ട് അവർ. The density of the material in the shape of a cube is determined by measuring three sides of the cube and its mass. Okay. If the relative errors in measuring the mass and lengths are respectively 1.5% and 1%, the maximum error in determining the density. ഇപ്പോൾ എന്താ പറയുന്നത്? ഡെൻസിറ്റി ഓഫ് ദ മെറ്റീരിയൽ ഇൻ ദ ഷേപ്പ് ഓഫ് എ ക്യൂബ്. ഒരു മെറ്റീരിയലിൻ്റെ ഒരു ക്യൂബ് ഷേപ്പിലുള്ള ഒരു മെറ്റീരിയൽ നമുക്കുണ്ട്, അതിൻ്റെ ഡെൻസിറ്റി ഒരു ക്യൂബിൻ്റെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മെറ്റീരിയലിൻ്റെ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ദിസ് വോളിയം ആണെങ്കിൽ ഇത് എല്ലാണ്, ക്യൂബിൻ്റെ ലെങ്ത്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ് എല്ലാം എല്ലായിരിക്കുമല്ലോ. സോ ഡെൻസിറ്റി എന്ന് പറയുമ്പോൾ ഡെൻസിറ്റി ഓഫ് എനി മെറ്റീരിയൽ ഈസ് മാസ് ബൈ വോളിയം. അപ്പോൾ വോളിയം ഈ ക്യൂബിൻ്റെ കേസിലാകുമ്പോൾ വാട്ട് ഈസ് ദാറ്റ്? മാസ് ബൈ വോളിയം എന്ന് പറഞ്ഞാൽ L3. ഡെൻസിറ്റി നമുക്ക് റോ ആയിട്ട് എടുക്കാം, മാസ് നമുക്ക് M ആയിട്ട് എടുക്കാം. സോ ദിസ് ഈസ് അവർ ഇക്വേഷൻ. ഇനി ചോദിച്ചേക്കുന്ന എറർ അനാലിസിസിൻ്റെ പ്രോബ്ലം ആണ്. റെസ്പെക്റ്റീവ്ലി എറർ ഇൻ മെഷറിങ് ദ മാസ് മെഷർ ചെയ്യുമ്പോഴത്തെ എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെൽറ്റ M/M ഈസ് ഗിവൺ അസ് എത്രയാണ്? 1.5%. ജസ്റ്റ് എ മിനിറ്റ്. 1.5%. ആൻഡ് എറർ ഇൻ what is another error is given? Error in determining the length. Lengthൻ്റെ എറർ എന്ന് പറഞ്ഞാൽ ഡെൽറ്റ L/L എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഗിവൺ ആസ് 1%. അപ്പോൾ ഇത് രണ്ടും നമുക്ക് തന്നിട്ടുണ്ട്. വി നീഡ് ടു ഫൈൻഡ് വാട്ട് ഈസ് ഡെൽറ്റ ρ/ρ എത്രയാണ് കണ്ടുപിടിക്കണം. അപ്പോൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഇത് ഡിവൈഡ് ചെയ്യുവാണെങ്കിലും ഇൻറ്റു ചെയ്യുവാണെങ്കിലും എന്താണെങ്കിലും ഈ മാസിൽ ഒരു എറർ ഉണ്ടെങ്കിൽ ദാറ്റ് വിൽ അഫക്റ്റ് അവർ ഡെൻസിറ്റി. ലെങ്ത്ത് മെഷർ ചെയ്യുന്ന സമയത്ത് ഈ മൂന്നെണ്ണം സെപ്പറേറ്റ് ആയിട്ട് മെഷർ ചെയ്യുന്ന സമയത്ത് എക്സ്പെരിമെൻറ്റിൽ നമ്മൾ അങ്ങനെയാണല്ലോ ചെയ്യുന്നത്. മെഷർ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ ദാറ്റ് വിൽ ഓൾസോ അഫക്റ്റ് അവർ ഡെൻസിറ്റി. അപ്പോൾ ഇതിൻ്റെ എററും എല്ലാം പോസിറ്റീവായിട്ടാണ് അഫക്റ്റ് ചെയ്യുന്നത്. സോ ഡെൽറ്റ ρ/ρ എന്ന് പറയുന്നതാണ് ഇൻറ്റു 100 വരും കേട്ടോ, പെർസെൻറ്റേജിലല്ലേ. ദാറ്റ് എന്ന് പറയുന്നത് ഡെൽറ്റ M/M ഇൻറ്റു 100. സോ ഇറ്റ് ഈസ് ഇൻ പെർസെൻറ്റേജിലായതുകൊണ്ട് ഇത് 100 ആണ്, ഇൻറ്റു 100 ആണ് തന്നിരിക്കുന്നത്. വി നീഡ് ടു ഫൈൻഡ് വാട്ട് ഈസ് പെർസെൻറ്റേജ് ദിസ് വൺ. സോ വി 100 ഡെൽറ്റ M/M ഇൻറ്റു 100 പ്ലസ് ഈ L³ ആയതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം? 3 ടൈംസ് ഡെൽറ്റ L/L ഇൻറ്റു 100. അപ്പോൾ L³ ആയതുകൊണ്ട് 3 പ്രാവശ്യം ഈ ഡെൽറ്റ L/L എന്തുമാത്രം വേരിയേഷൻ ഉണ്ടോ അതിനെ 3 പ്രാവശ്യം നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. L² ആയിരുന്നെങ്കിൽ എന്തായിരുന്നു സംഭവിക്കുക? 2 ഇൻറ്റു ഡെൽറ്റ L/100 ആയേനെ, ഡെൽറ്റ L/L ഇൻറ്റു 100 ആയേനെ. 3 L³ ആണ് നമ്മുടെ വോളിയം എന്ന് പറയുന്നത്, L³ ആണ്, അതുകൊണ്ട് ഇറ്റ് ഈസ് 3 ഇൻറ്റു ഡെൽറ്റ L/L3. സോ നൗ വാട്ട് ഈസ് ഡെൽറ്റ ρ/ρ ഇൻറ്റു 100 ഈസ് ഈക്വൽ ടു ഡെൽറ്റ M/M ഇൻറ്റു 100 നമുക്കറിയാമല്ലോ, ഇറ്റ് ഈസ് 1.5% പ്ലസ് 3 ഇൻറ്റു വാട്ട് ഈസ് ഡെൽറ്റ L/L എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ എത്ര വരും? 1.5 പ്ലസ് 3 തന്നെ. അപ്പോൾ 3 1 4.5% വാട്ട് ഈസ് നമ്മുടെ ഡെൻസിറ്റിയുടെ ചേഞ്ച് അല്ലെ എറർ ഇൻ ഡെൻസിറ്റി. എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം? നമ്മളൊരു സാധനം മെഷർ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ മാസിന്, ഈ ക്യൂബിൻ്റെ മാസിന് ഒരു 1.5% തെറ്റ് പറ്റാം. അതായത് ചിലപ്പോൾ ഇതൊരു 5 കിലോയുടെ സാധനമാണെങ്കിൽ ദിസ് പ്ലസ് ഓർ മൈനസ് 1.5% അല്ലേ വേണ്ട. 100 കിലോയുടെ സാധനമാണെങ്കിൽ പ്ലസ് ഓർ മൈനസ് 1.5% അങ്ങോട്ടും ഇങ്ങോട്ടും വരാം. അതായത് ചിലപ്പോൾ ഇത് 98.5 kg ആവാം, അല്ലെങ്കിൽ 101.5 kg ആവാം. ഇതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും ഒരു വാല്യൂ ആണ്. കാരണം എടുക്കുന്നവൻ്റെ തെറ്റുണ്ടാവും, എടുക്കുന്ന ആളുടെ പേഴ്സണൽ ആയിട്ടുള്ള ആളുടെ തെറ്റുണ്ടാവാം, അല്ലെങ്കിൽ വെയിങ് ബാലൻസിൻ്റെ മിസ്റ്റേക്ക് ആയിരിക്കും. വാട്ട് എവർ മേ ബി ദ കേസ്, ഈ ഒരു വേരിയേഷൻ അതിനകത്ത് ഉണ്ടാവും. നമ്മൾ കണ്ടിട്ടുണ്ടാവും വലിയ വലിയ എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ നടക്കും. ഈവൻ കാറൊക്കെ നടക്കുമ്പോൾ നമ്മൾ കാറിൻ്റെ എക്സ്പെരിമെൻറ്റ് അവർ ചെയ്യും. ഒരു 1000 ടൈംസ് 10,000 ടൈംസ് ഒക്കെ നമ്മൾ ഹിറ്റിങ് എന്തെങ്കിലും ബോഡിയിലേക്ക് ഇടിച്ച് കഴിഞ്ഞാൽ അതിന് എന്തുമാത്രം ഫ്രാക്ചറാണ് സംഭവിക്കുക. സോ അപ്പം ഈ ഏറ്റവും കൂടുതൽ പ്രാവശ്യം, അതായത് 1,00,000 ടൈംസ് ചെയ്യുമ്പോൾ ഒരു പ്രാവശ്യമാണ് അത് കംപ്ലീറ്റ്ലി ബ്രേക്ക് ഔട്ട് ആകുന്നതെങ്കിൽ ദാറ്റ് ഈസ് ദെയർ എറർ അനാലിസിസ്. എററാണ് അതിൻ്റെ പെർസെൻറ്റേജ് നമുക്ക് 1,00,000
1,00,000 × 100 നമുക്ക് എഴുതാം. സോ അതുമാതിരി ഇതിൻ്റെ കേസിൽ നമുക്ക് 1.5 എററാണ് മാസിൽ. ലെങ്ത്തിൽ ഇതേമാതിരി തന്നെ ഒരു ലെങ്ത്ത് ഇപ്പം നമ്മൾ 1 മീറ്റർ ലെങ്ത്ത് അതായത് 100 സെൻറ്റിമീറ്റർ ലെങ്ത്ത് കാൽക്കുലേറ്റ് ചെയ്യുവാണെങ്കിൽ അതിൽ എത്ര ഉണ്ടാവും? അതിൽ 1 സെൻറ്റിമീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും എറർ വരാം. അതായത് 99 സെൻറ്റിമീറ്റർ ആവാം, അല്ലെങ്കിൽ 101 സെൻറ്റിമീറ്റർ ആയിരിക്കാം അതിൻ്റെ റേഞ്ച് വരുന്നത്. അതായത് 100 സെൻറ്റിമീറ്റർ ഉള്ള ഒരു സാധനത്തിനെ ഒരാൾ ഇതിൻ്റെ ഈ എക്സ്പെരിമെൻറ്റ് പ്രകാരം മെഷർ ചെയ്യുമ്പോൾ അതിന് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ഇതിൻ്റെ മെഷർമെൻറ്റ് ഏതെങ്കിലും ഒരു എക്യുപ്മെൻറ്റ് വെച്ചിട്ടായിരിക്കുമല്ലോ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു സ്കെയിൽ, ആ സ്കെയിൽ വെച്ച് ചെക്ക് ചെയ്യുമ്പോൾ അതിന് ഈ റേഞ്ചിലാണ് വാല്യൂ വരാൻ സാധ്യതയുള്ളത്. 99 ആവാം, അറ്റ്മോക്സ് പോയി കഴിഞ്ഞാൽ 99 ആവാം, ഇങ്ങോട്ട് വന്നാൽ 101 ആവാം. ആ റേഞ്ചിൽ അതിൻ്റെ വാല്യൂ നമുക്ക് കിട്ടും, ±100. അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എക്സാമിന് പോകേണ്ട, ജസ്റ്റ് എക്സാമിന് ഇത് മാത്രം ഒന്നും നിങ്ങൾ ഓർത്താൽ മതി. അതായത് ക്യൂബ് വരുവാണെങ്കിൽ ഇറ്റ് ഈസ് 3 × Δl/L. ഡിവിഷൻ ആണോ അഡീഷൻ ആണോ എന്ത് വന്നാലും വി നീഡ് ടു ആഡ് ബോത്ത് ദ വാല്യൂസ്. അപ്പോൾ നമുക്ക് 4.5 ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, കിട്ടിയെന്ന് വിചാരിക്കുന്നു. കിട്ടിയിട്ടില്ല എന്നുള്ളവർ എക്സ്പ്ലനേഷൻ നോക്കുക. നെക്സ്റ്റ് പ്രോബ്ലം നമ്മളുടെ വിത്ത് റെസ്പെക്ട് ടു, അതായത് വെലോസിറ്റിയുടെ പ്രോബ്ലം ആണ്. ക്വസ്റ്റ്യൻ വായിക്കാം. 2 cars A and B moves in the same direction with velocities VA is equal to 20 meter per second and VB 20 I ലാണ്. Direction is also given 20 I meter per second and VB is 15 I meter per second. Then the relative velocity of A with respect to B, അതാണ് ചോദിച്ചേക്കുന്നത്. സോ 2 കാർ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഫസ്റ്റ് കാർ എങ്ങനെയാണ്? VA, വെലോസിറ്റി ഓഫ് എ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഐ ഡയറക്ഷൻ ഇതാണെങ്കിൽ ഇറ്റ് ഈസ് വെലോസിറ്റി ഈസ് 20 meter per second. സിമിലർലി ഇവിടെ വി ബിൻ്റെ വെലോസിറ്റി ഉണ്ട്. വെലോസിറ്റി ഓഫ് വി ബി ഈസ് 15 meter per second തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ചോദിച്ചേക്കുന്നത് എന്താ? വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ബി. അപ്പോൾ നോക്കുക, ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ തരുമ്പോൾ എന്താണ് പറയുന്നത്? വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ബി. വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ഇവിടെ ഗ്രൗണ്ടിൽ ഒരാൾ അനങ്ങാതെ നിൽക്കുകയാണ്. ഇവിടെ ബസ് സ്റ്റോപ്പിൽ ഒരു മനുഷ്യൻ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ അയാൾ മൂവ് ചെയ്യുന്നില്ല, അയാൾ അനങ്ങാതെ നിൽക്കുവാണെങ്കിൽ അയാളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ വെലോസിറ്റി 20 ആണ്. ബട്ട് ബി എന്ന് പറഞ്ഞ വേറൊരെണ്ണം ഇതിനോടൊപ്പം മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ കാറിനൊപ്പം തന്നെ അടുത്ത കാർ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിന് എത്ര വെലോസിറ്റി ഉണ്ടെന്ന്. അപ്പോൾ ഇതിനകത്തിരിക്കുന്ന ഒരാൾ ആക്ച്വലി അയാൾക്ക് ഫീൽ ചെയ്യുന്നത് എന്താ? അയാൾ അനങ്ങാതിരിക്കുകയാണ്. പക്ഷെ ആക്ച്വലി അയാൾ 15 meter per second മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനകത്തിരിക്കുന്ന ഒരാൾ അയാൾ 20 meter per second മൂവ് ചെയ്യുകയാണ്. അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും കൂടെ എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്? സോ ദാറ്റ് മീൻസ് VA മൈനസ് VB. അയാൾക്ക് തോന്നുന്നത് ഇയാൾ, അതായത് വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ബി, ബിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എ എന്താണ്? ഒരു നിങ്ങളത് ഒന്ന് ഇമാജിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഖമായിട്ട് മനസ്സിലാകും. കാരണം ഇവിടെ ഗ്രൗണ്ടിലുള്ള ഒരാളായിട്ട് നോക്കുമ്പോൾ, അയാൾ അനങ്ങാതിരിക്കുന്ന ഒരാളുമായിട്ട് നോക്കുമ്പോൾ ഇയാൾക്ക് വെലോസിറ്റി ഓഫ് എ, ആ വെയിറ്റുള്ള വെലോസിറ്റി 20 meter per second ആണ്. ബട്ട് ഇവിടെ മൂവ് ചെയ്യും വേറൊരു ബോഡി ഈ സെയിം ഡയറക്ഷനിൽ തന്നെ മൂവ് ചെയ്യുവാണെങ്കിൽ എന്താകും? അത് മൈനസ് ചെയ്യണം നമുക്ക്. ദാറ്റ് മീൻസ് 5 I ആണ്. കാരണം 2 I ഡയറക്ഷനിലാണ്, ജെ ഒന്നും തന്നിട്ടില്ല. വേറെ ഒരു ജെ ഡയറക്ഷനിൽ വേറെ എന്തെങ്കിലും മൂവ്മെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് അതിന്റെ റിസൾട്ടന്റ് കണ്ടുപിടിക്കാം. ബട്ട് ഇപ്പൊ അങ്ങനെ ഒന്നും തന്നിട്ടില്ല. സോ ഹിയർ എവറിത്തിങ് ഈസ് I ആയതുകൊണ്ട് 5 I meter per second is the right answer. Okay, so option B is the right answer. Okay. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഓൾസോ റിലേറ്റീവ് വെലോസിറ്റിയുടെ തന്നെ പ്രോബ്ലം ആണ്. അതായത് എന്താ പറഞ്ഞേക്കുന്നത്? എ ട്രെയിൻ ഓഫ് 150 meter ലെങ്ത് ഈസ് ഗോയിങ് ടുവേർഡ്സ് നോർത്ത് ഡയറക്ഷൻ അറ്റ് എ സ്പീഡ് ഓഫ്, നോർത്ത് ഡയറക്ഷൻ ആണ്, അറ്റ് എ സ്പീഡ് ഓഫ് 10 meter per second. എ പാരറ്റ് ഫ്ലൈസ് അറ്റ് ദ സ്പീഡ് ഓഫ് 5 meter per second ടുവേർഡ്സ് സൗത്ത് ഡയറക്ഷൻ parallel to the railway track. The time taken by the parrot to cross the train. ഇപ്പം എന്താ പറയണേ? ഒരു റെയിൽവേ ട്രാക്ക് ഉണ്ട്. ആ റെയിൽവേ ട്രാക്ക് അതിനകത്തോടെ ട്രെയിൻ, ഒരു ട്രെയിൻ, ഇതാണ് നോർത്ത് എന്ന് വിചാരിക്കാം. നോർത്ത് ഡയറക്ഷനിൽ ഒരു ട്രെയിൻ പോകുന്നു. ട്രെയിനിന്റെ വെലോസിറ്റി എത്രയാണ് വരുന്നത്? 10 meter per second അല്ലേ? ഇതിന്റെ ലെങ്ത്, ട്രെയിനിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ 150 meter ലെങ്ത് ഉള്ള ഒരു ട്രെയിൻ ഇതിൽ കൂടെ പോകുന്നു. സോ ഇനി ഒരു പാരറ്റിനെ എങ്ങനെ പഠിക്കണം? ഇങ്ങനെ ഒരു പാരറ്റ് സൗത്ത് ഡയറക്ഷനിൽ ഇങ്ങോട്ട് വരുന്നു. ദിസ് ഇസ് നോർത്ത് ടുവേർഡ് സൗത്ത്. പാരറ്റിന്റെ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ 5 meter per second ആണ്. ഇതിന് പാരലായിട്ട് ഒരു തത്തമ്മ പറന്ന് പോകുന്നുണ്ട്. സോ എന്തുമാത്രം ടൈം എടുക്കും ഈ തത്തമ്മയ്ക്ക് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഈ ട്രെയിൻ ക്രോസ് ചെയ്യാൻ? സോ
That means we need to find velocity of parrot is equal to 5 meter per second. Velocity of train is equal to 10 meter per second. അപ്പോൾ പാരറ്റിന്റെ ടൈമാണ് ചോദിച്ചേക്കുന്നത്. സോ വെലോസിറ്റി ഓഫ് പാരറ്റ് വിത്ത് റെസ്പെക്ട് ടു ടൈം ഈസ് വെലോസിറ്റി ഓഫ് പാരറ്റ് മൈനസ് വെലോസിറ്റി ഓഫ് ടൈം. അപ്പൊ നോക്കുക, ഇത് രണ്ടും നിങ്ങൾക്ക് ഒന്നെങ്കിൽ ലോജിക്കലി തിങ്ക് ചെയ്യാം. കാരണം ഈ സാധനം ഇപ്പൊ അനങ്ങാതെ ഒരു ട്രെയിൻ ഇവിടെ ഇരിക്കുമായിരുന്നെങ്കിൽ ഈ ഇത്രയും 150 മീറ്റർ ഇതിന് പാസ് ചെയ്ത് പോകണമായിരുന്നു. 150 മീറ്റർ ആയിരുന്നു പാരറ്റിന്റെ ഡിസ്റ്റൻസ്. പാരറ്റിന്റെ വെലോസിറ്റി 5 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അങ്ങനെ നമുക്ക് ടൈം കാണാം. ബി ബൈ എക്സ് ആണെങ്കിൽ ഇത് എക്സ്. വെലോസിറ്റി ഇസ് ഈക്വൽ ടു എക്സ് ബൈ ടി. സോ ടി ഇസ് ഈക്വൽ ടു എക്സ് ബൈ വി. സോ അങ്ങനെയാണ് ടൈം ഇസ് ഈക്വൽ ടു 150/5. ഈ ട്രെയിൻ അനങ്ങാതെ കിടക്കുവാണെങ്കിൽ എത്രയാണ്? 30 സെക്കൻഡ് കൊണ്ടാണ് ഈ പാരറ്റ് ഇവിടെ ക്രോസ് ചെയ്ത് പോകുന്നത്. ബട്ട് അങ്ങനെയല്ല, ഈ പാരറ്റ് ഇങ്ങോട്ട് വരുമ്പോൾ ഈ 10 അതിനേക്കാൾ കൂടുതൽ സ്പീഡ് ട്രെയിൻ പോകുന്നുണ്ട്. അപ്പൊ കുറച്ച് സമയം മതിയല്ലോ. നിങ്ങൾക്കൊന്ന് ലോജിക്കലി തിങ്ക് ചെയ്താൽ മതി. കുറച്ച് സമയം മതിയെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? ഈ വെലോസിറ്റി എന്ന് പറയുന്നത് കൂടും അല്ലേ? കൂടുതൽ വെലോസിറ്റിക്ക് വെലോസിറ്റി അതിന് അനുഭവപ്പെടും. ആക്ച്വലി അത് 5 മീറ്റർ പെർ സെക്കൻഡ് തന്നെയാണ് പോകുന്നത്. ബട്ട് അതിന്റെ റിലേറ്റീവ് വെലോസിറ്റി എന്ന് പറയുന്നത് കൂടും. സോ ഇനിയിപ്പോൾ അങ്ങനെയുള്ള ഒന്നും തലയിൽ കയറുന്നില്ലെങ്കിൽ ജസ്റ്റ് തിങ്ക് ദാറ്റ് എന്തിൻ്റെയാണോ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത് അത് ഫസ്റ്റിൽ എഴുതുക. അതേ മൈനസ് സെക്കൻഡ്. പക്ഷെ ഇവിടെ ചെയ്യുമ്പോൾ നിങ്ങളൊക്കെ ഓർക്കണം, സൗത്തിൽ പോകുന്നത് നമ്മൾ മൈനസ് എഴുതുവാണെങ്കിൽ മറ്റത് പ്ലസ് എഴുതണം. അത്രയേ ഉള്ളൂ. സോ ഹിയർ രണ്ട് ഡയറക്ഷനിൽ നമുക്ക് ഒരേ സൈൻ കൊടുക്കാൻ പറ്റില്ലല്ലോ. സോ ഹിയർ ഇറ്റ് ഈസ് വെലോസിറ്റി ഓഫ് പാരറ്റ് ഈസ് മൈനസ്. സൗത്തിലേക്ക് നമ്മൾ മൈനസ് കൊടുത്താൽ അഗെയിൻ -10. ഇത് നോർത്ത് അല്ലേ, അത് പ്ലസ് ആയിട്ട് കൊടുക്കേണ്ടി വരും. സോ വെലോസിറ്റി ഓഫ് പാരറ്റ് നമുക്ക് മൈനസ് ആയി കൊടുത്താൽ ഇത് ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്, അത് പ്ലസ് ആയിട്ട് കൊടുക്കേണ്ടി വരും. ഐതർ നിങ്ങൾ ഇങ്ങനെ ചെയ്യുക. എന്തായാലും വെലോസിറ്റി ഓഫ് പാരറ്റ് വിത്ത് റെസ്പെക്ട് ടു ട്രെയിൻ എന്ന് പറഞ്ഞാൽ VP മൈനസ് VT ആണ്. സോ -5 -10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വരും? -15 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അതായത് ഈ ഡയറക്ഷനിൽ തന്നെ, സൗത്തിന്റെ ഡയറക്ഷനിലാണ് നമ്മൾ മൈനസ് കൊടുത്തത്. സൗത്ത് ഡയറക്ഷനിൽ 15 മീറ്റർ പെർ സെക്കൻഡിലാണ് എന്ത് പോകുന്നത്? പാരറ്റിന്റെ റിലേറ്റീവ് വെലോസിറ്റി. അപ്പൊ പാരറ്റ് ക്രോസ് ചെയ്യുന്ന ടൈം നമുക്കറിയാം, ടൈം ഇത് എഴുതിയാൽ മതി. അവർ വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. സോ ടൈം ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ വി. ഡിസ്റ്റൻസ് നമുക്കറിയാം. എത്രയാണ് ഡിസ്റ്റൻസ്? ഈ ട്രെയിൻ പാസ് ചെയ്യുന്ന ടൈമാണ് ചോദിച്ചിരുന്നത്. ട്രെയിനിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 150 മീറ്റേഴ്സ് ഡിവൈഡ് ബൈ വെലോസിറ്റി എത്രയാണ് നമുക്ക് കിട്ടിയത്? സൈൻ എടുക്കേണ്ട കാര്യമില്ല, 15 എടുക്കുക. ഡയറക്ഷൻ സൗത്തിലേക്കെന്ന് പറഞ്ഞാൽ മതിയല്ലോ വെലോസിറ്റി. സോ വാട്ട് ഈസ് ദ ആൻസർ? ഇറ്റ് ഈസ് 10 മീറ്റർ പെർ സെക്കൻഡ്. മീറ്റർ കിട്ടും, സൗത്ത് മുകളിലേക്ക് സെക്കൻഡ് മുകളിൽ പോകും. സോ ആൻസർ ഈസ് 10 മീറ്റർ പെർ 10 സെക്കൻഡ്. മീറ്റർ അല്ല, ടൈം ആണല്ലോ ചോദിച്ചത്. ആൻസർ ഈസ് 10 seconds. ഓക്കെ, സോ ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കുകയായിരുന്നു. എന്തായാലും വിത്ത് റെസ്പെക്ട് കാണാനായിട്ട് ദാറ്റ് വെലോസിറ്റി മൈനസ് നെക്സ്റ്റ് വെലോസിറ്റി. ക്ലോസ് ചെയ്ത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് വെരി സിമ്പിൾ. അപ്പോൾ ഇതിൽ കുറേ കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ സിമ്പിൾ ആയിട്ടുള്ളത് കഴിഞ്ഞിട്ട് ഞാൻ കോംപ്ലിക്കേറ്റഡിലേക്ക് പോവാം. സോ ഇത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ ചെയ്യാൻ പറ്റും. ക്വസ്റ്റ്യൻ വായിക്കാം. എ ബൈസൈക്കിൾ സ്റ്റാർട്ട്സ് ഫ്രം റെസ്റ്റ്. അപ്പോൾ സ്റ്റാർട്ട്സ് ഫ്രം റെസ്റ്റ് എന്ന് തന്നെ തന്നിട്ടുണ്ട്. ഓക്കെ, and accelerate at 1.5 meter per second square for 4 seconds. Find the total distance covered by the bicycle. അപ്പോൾ എന്തൊക്കെ തന്നിരിക്കുന്നത്? റെസ്റ്റ് ആണ്. റെസ്റ്റ് എന്ന് പറഞ്ഞാൽ U is equal to 0. ആക്സിലറേറ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ ആക്സലറേഷൻ is given by എത്രയാ? 1.5 meter per second square. ഓക്കെ, ടൈം ഈസ് ഗിവൺ അസ് 4 seconds. അങ്ങനെയാണെങ്കിൽ 4 സെക്കൻഡ് കൊണ്ട് ഇത്രയും ആക്സിലറേറ്റ് ചെയ്തപ്പോൾ എന്തുമാത്രം ഡിസ്റ്റൻസ് ആ ബൈസൈക്കിൾ കവർ ചെയ്തു? സോ നമുക്കറിയാം ഇതിനകത്ത് ആപ്പാട് 2 ഇക്വേഷനേ ഉള്ളൂ. എന്തൊക്കെയാ? V² - U² is equal to 2AS. S is equal to UT plus half AT². അപ്പോൾ ഇതിൽ നമുക്ക് ഇതൊന്നും തന്നിട്ടില്ല, ഫൈനൽ വെലോസിറ്റി ഒന്നും തന്നിട്ടില്ല. സോ ഇനിഷ്യൽ വെലോസിറ്റി തന്നിട്ടില്ല. സോ ഇനിഷ്യൽ വെലോസിറ്റി തന്നിട്ടില്ല, ബട്ട് നമുക്കറിയാം U is equal to 0. ടൈം തന്നിട്ടുള്ളതുകൊണ്ട് നമുക്ക് ഈ ഇക്വേഷൻ യൂസ് ചെയ്യാം. ഓക്കെ, സോ വാട്ട് ഈസ് ദിസ്? 0 ആവും. കാരണം ടൈം 0, U0, ഇനിഷ്യൽ വെലോസിറ്റി 0 ആയതുകൊണ്ട് ഈ ടൈം 0 ആവും. ബാക്കിയുള്ള S is equal to half into A into T². സോ ദാറ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ half into A എത്ര തന്നേക്കുന്നത്? A is 1.5, T² എന്ന് പറഞ്ഞാൽ 4 into 4. വെട്ടിക്കളയുമ്പോൾ എന്താവും? 2. അപ്പം 24 8 15 into 8 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 120 അല്ലേ? സോ ഹിയർ ഒരു പോയിന്റ് ഉള്ളതുകൊണ്ട് 12 meters. So very simple question, direct substitution of equation. You should know these two equations for this one. S എന്ന് പറഞ്ഞാൽ distance is equal to UT plus half AT². A is the acceleration, T is the time. Here it is V² minus U² is equal to 2AS.
ഇത് ഫൈനൽ വെലോസിറ്റി. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് വെച്ചിട്ട് ഇതിൽ ഏതെങ്കിലും ഇക്വേഷൻ ഒന്ന് വെച്ചിട്ട് നമുക്ക് ചെയ്യാനുള്ളതായിരിക്കും ഈ ടൈപ്പ് പ്രോബ്ലത്തിലൊക്കെ ഉണ്ടാവുക. സോ ഇനി വെർട്ടിക്കൽ കേസ് ആണെങ്കിൽ A ബിക്കംസ് G. അപ്പോൾ ഇതിൽ നമുക്ക് 12 മീറ്റേഴ്സ് ആണ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈ സിമ്പിൾ ലോജിക്കൽ ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് ഉറപ്പായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോബ്ലം ആണിത്, ഒരു ക്വസ്റ്റ്യൻ ആണിത്. ജസ്റ്റ് വായിക്കാം. Given S is equal to A plus BT plus CT square if S is measured in meters. S is measured in meters and T in seconds. Find the unit of C. S മീറ്ററിലാണ്. അപ്പം നമുക്ക് S is equal to A plus BT plus CT square. ഇതിൽ നമുക്ക് ഫൈനൽ ആൻസർ കിട്ടേണ്ടത് മീറ്ററിലാണ്. എല്ലാം പ്ലസ് പ്ലസ് ആയതുകൊണ്ട് എല്ലാ ടേമും എന്തായിരിക്കണം, എല്ലാ ടേമിന്റെയും യൂണിറ്റ് മീറ്ററിൽ തന്നെ ആയിരിക്കണം. ഇതും എല്ലാം മീറ്ററിലാണ്, എന്നാലും നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. സോ CT സ്ക്വയർ എന്ന് പറയുന്നത് നമുക്ക് മീറ്ററിൽ ആൻസർ കിട്ടണം. T സ്ക്വയർ, T എന്ന് പറയുന്നത് ടൈം സെക്കൻഡ്സ് ആണെന്ന് പറയുന്നത്. C ഇൻറ്റു 2 സെക്കൻഡ് സ്ക്വയർ ഇസ് ഈക്വൽ ടു മീറ്റർ കിട്ടണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ സിയിൽ എന്ത് കൊടുക്കണം? എന്തായാലും സിയിൽ അപ്പം ഒരു സാധനം അടിയിൽ സെക്കൻഡ് സ്ക്വയർ വേണം, മുകളിൽ മീറ്ററും വേണം. എന്നാലല്ലേ ദിസ് വൺ ഇൻറ്റു S സ്ക്വയർ ചെയ്യുമ്പോൾ S സ്ക്വയർ ക്യാൻസൽ ചെയ്ത് ബാക്കി മീറ്ററിൽ കിട്ടുള്ളൂ. സോ സിയുടെ യൂണിറ്റ് വരേണ്ടത് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ഇതെങ്ങനെ കിട്ടുന്നത് മനസ്സിലായല്ലോ. സോ സിമ്പിൾ, ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. എന്ത് വരുന്നു നോക്കുക, ഇല്ലെങ്കിൽ ഓപ്ഷൻ എന്നുള്ളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ. ബട്ട് ദിസ് ഇസ് ഈ S മീറ്ററിലാകുമ്പോൾ ദിസ് ഇസ് ഈസിയസ്റ്റ് വേ. S മീറ്ററിലാകുമ്പോൾ നമ്മുടെ CT സ്ക്വയറിൽ മീറ്ററിൽ തന്നെ വരണം. മീറ്ററിൽ CT സ്ക്വയർ വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് T സ്ക്വയർ ഇപ്പോൾ ഉള്ളത് സെക്കൻഡ് സ്ക്വയർ ആണ് അവിടെ കിട്ടുന്നത്. സിക്ക് വരേണ്ടത് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണെങ്കിൽ ടോപ്പിലും ബോട്ടത്തിലുള്ള സെക്കൻഡ് സ്ക്വയർ ക്യാൻസൽ ചെയ്തിട്ട് നമുക്ക് അവിടെ എന്ത് കിട്ടും? മീറ്റർ കിട്ടും. ഈ എൻറ്റയർ ടേമിൽ മീറ്റർ കിട്ടിയാൽ മാത്രമേ നമുക്ക് S മീറ്ററിൽ എടുക്കാൻ പറ്റുള്ളൂ. സോ ദാറ്റ് വാസ് വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. മനസ്സിലായെന്ന് കരുതുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു ഇച്ചിരി ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്, ബട്ട് സ്റ്റിൽ യു ക്യാൻ ഡു ഇറ്റ് ഈസിലി. എ ബോഡി ഓഫ് മാസ് 0.5 kg. ബോഡിയുടെ മാസ് തന്നിട്ടുണ്ട്. വാട്ട് ഈസ് ദ മാസ്? 0.5 kg ട്രാവൽസ് ഓൺ എ സ്ട്രെയിറ്റ് ലൈൻ വിത്ത് പാത്ത് വെലോസിറ്റി. അതൊരു ഫംഗ്ഷൻ ആയിട്ട് തന്നേക്കുന്നത് 3v is equal to 3x square plus 4 meter per second. The net work done by the force during its displacement from x is equal to 0 to x is equal to 2 meter. അപ്പോൾ ഒരു ബോഡിയുടെ മാസ് തന്നിട്ടുണ്ട്. It is 0.5 kg, 0.5 kilogram. It travels on a straight line with a path velocity ഒരു ഫംഗ്ഷൻ ആയിട്ടാണ് വന്നിരിക്കുന്നത് എക്സിന്റെ. സോ 3x square plus 4 meter per second തന്നിട്ടുണ്ട്. നെറ്റ് വർക്ക് ഡൺ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നെറ്റ് വർക്ക് ഡൺ ബൈ ദ ഫോഴ്സ് ഡ്യൂറിംഗ് ദ ഡിസ്പ്ലേസ്മെന്റ് ഫ്രം x is equal to 0 ആണ് ഇനിഷ്യൽ, ദെൻ ഫൈനൽ. x ഇനിഷ്യൽ 0 ആണ്, x ഫൈനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 മീറ്റർ. 0 to 2 മീറ്ററിലുള്ള സമയത്ത് അതിൻ്റെ നെറ്റ് വർക്ക് ഡൺ ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പം നമുക്കറിയാം എന്ത്? നെറ്റ് വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. ദാറ്റ് മീൻസ് കൈനറ്റിക് എനർജി ഫൈനൽ മൈനസ് കൈനറ്റിക് എനർജി ഇനിഷ്യൽ. അപ്പോൾ ഇനി കൈനറ്റിക് എനർജി ഫൈനൽ, കൈനറ്റിക് എനർജി ഇനിഷ്യൽ കണ്ടുപിടിക്കാം. എന്താണ് കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു mv സ്ക്വയർ. സോ കൈനറ്റിക് എനർജി ഇനിഷ്യൽ എന്താണ്? ഇനിഷ്യലിൽ നമുക്ക് ആദ്യം വെലോസിറ്റി കണ്ടുപിടിക്കാം. വെലോസിറ്റി ഇനിഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് 3 ഇൻറ്റു x ഇനിഷ്യൽ ദ ഹോൾ സ്ക്വയർ പ്ലസ് 4. അപ്പോൾ എത്ര വരും? 3 ഇൻറ്റു x ഇനിഷ്യൽ വെലോസിറ്റി. ഇനിഷ്യൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 0 ആണ്, ഇനിഷ്യൽ കോർഡിനേറ്റ്. സോ 0 സ്ക്വയർ പ്ലസ് 4. സോ ഇത് 0 ആയി പോകും. സോ 4 മീറ്റർ പെർ സെക്കൻഡ് ആണ് എന്ത്? ഇനിഷ്യൽ വെലോസിറ്റി. ഇതുമാതിരി തന്നെ വെലോസിറ്റി ഫൈനൽ എന്ത് വരും? 3 ഇൻറ്റു ഫൈനൽ നമുക്ക് എന്താ കിട്ടിയത്? 2 സ്ക്വയർ പ്ലസ് 4. സോ എന്ത് വരും? 4 12 പ്ലസ് 4 ഇസ് ഈക്വൽ ടു 16 അല്ലേ? 4 5 6 16 മീറ്റർ പെർ സെക്കൻഡ് കിട്ടി. സോ വി നോ VF ആൻഡ് VS. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതിയല്ലോ. ഈ ഫൈനൽ എന്ന് പറഞ്ഞാൽ ഹാഫ് ഇൻറ്റു മാസ് എത്രയാണ് നമ്മുടെ? 0.5 ഇൻറ്റു VF സ്ക്വയർ. 16ന്റെ സ്ക്വയർ മൈനസ് ഹാഫ് ഇൻറ്റു 0.5 ഇൻറ്റു 4ന്റെ സ്ക്വയർ. ഓക്കെ, 4 ഇനിഷ്യൽ 4. അപ്പോൾ ഹാഫ് m v സ്ക്വയർ മൈനസ് ഇനിഷ്യൽ ഫൈനൽ മൈനസ് ഇനിഷ്യൽ. സോ നമുക്ക് ഹാഫ് ഇൻറ്റു 0.5 പുറത്തെടുക്കാം. എന്നിട്ട് 16 സ്ക്വയർ മൈനസ് 4 സ്ക്വയർ. സോ ഇത് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയറിന്റെ വെച്ച് നമുക്ക് സിമ്പിൾ ചെയ്യാൻ വേണ്ടി. ഇപ്പോൾ സ്ക്വയർ അറിയത്തില്ല, അറിയാവുന്നവർ ഡയറക്റ്റ്ലി അത് കണ്ടുപിടിക്കുക. അല്ലാത്തവർ എനിക്കൊന്നും ഓർമ്മത്തില്ല. സോ ഹാഫ് ഇൻറ്റു 0.5 ഇൻറ്റു 16 ഇങ്ങനെ എഴുതാമല്ലോ. 16 പ്ലസ് 4 ഇൻറ്റു
16 മൈനസ് 4. സോ ഇറ്റ് ഈസ് ഹാഫ് ഇൻറ്റു, ഇതൊക്കെ മനസ്സിൽ കണക്കൂട്ടാവുന്നേ ഉള്ളൂ. 16 പ്ലസ് 4 20 ഇൻറ്റു 16 മൈനസ് 4 12. സോ ഇത് കട്ട് ചെയ്യാം നമുക്ക്. 6. അപ്പം 2 12 15 60. സോ ഇറ്റ് ഈസ് 60 ജൂൾസ്. 0.5 അല്ലേ. സോ ഇറ്റ് ഈസ് 60 ജൂൾസ് ഈസ് ദ നെറ്റ് വർക്ക് ഡൺ. സോ ഈ ഒരു കോൺസെപ്റ്റ് ഓർത്താൽ മതി. നെറ്റ് വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. അപ്പൊ നമുക്ക് വർക്ക് ഡൺ അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ് നമ്മുടെ വർക്ക് ഡൺ. ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് നമുക്ക് എന്തായിട്ട് കണ്ടുപിടിക്കാം? വർക്ക് ഡൺ ആയിട്ട് കണ്ടുപിടിക്കാം. പക്ഷെ ഈ പ്രോബ്ലത്തിൽ നമുക്ക് ഫോഴ്സ് തന്നിട്ടില്ല. ഡിസ്പ്ലേസ്മെന്റ് നമുക്കറിയാം 2 meters ആണ് ഡിസ്പ്ലേസ്. ഫോഴ്സ് തരാത്ത സ്ഥിതിക്ക് നമുക്ക് വെലോസിറ്റിയാണ് തന്നിരിക്കുന്നത്. വെലോസിറ്റി വെച്ച് നമുക്ക് അറിയാം. വെലോസിറ്റി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് കൈനറ്റിക് എനർജി കിട്ടി. സോ ഡെൽറ്റ ഓഫ് കൈനറ്റിക് എനർജി, ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി, അതായത് കൈനറ്റിക് എനർജി ഫൈനൽ മൈനസ് കൈനറ്റിക് എനർജി ഇനർഷ്യൽ. കൈനറ്റിക് എനർജി കണ്ടുപിടിക്കാനായിട്ട് മാസിന്റെ വെലോസിറ്റി ഉണ്ട്, ഹാഫ് mv² വെച്ചിട്ട് നമ്മൾ ആ ഇക്വേഷൻ വെച്ച്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലായ ഇക്വേഷൻ നമ്മുടെ തലയിൽ തെളിയണം. പിന്നെ നമ്മൾ പ്രോബ്ലം ചെയ്യുന്നത് നമ്മൾ പ്രാക്ടീസ് കൊണ്ട് അതിനകത്തുള്ള കാൽക്കുലേഷൻ മിസ്റ്റേക്സ് ഒക്കെ വരാതെ നോക്കാം. ഓക്കെ, next is a theory question. Very simple questions. Both the questions are simple. You can just see the question and find the answer very easily. What among the following is a contact force? Contact force എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾക്ക് അറിയാലോ? രണ്ടും തമ്മിൽ മുട്ടിയാൽ, രണ്ടും തമ്മിൽ ഒരു കോൺടാക്ട് ഉണ്ടെങ്കിൽ മാത്രം ഉണ്ടാകുന്ന ഫോഴ്സ് ആണ് ചോദിച്ചേക്കുന്നത്. കോൺടാക്ട് ഫോഴ്സ്. ഗ്രാവിറ്റേഷൻ ഫോഴ്സ്, ഗ്രാവിറ്റേഷൻ ഫോഴ്സിന് കോൺടാക്ട് വേണമെന്നില്ല. ഇവിടെ ഏതെങ്കിലും ദൂരെയാണെങ്കിലും ആ ഗ്രാവിറ്റി അതിനെ എന്തുമാത്രം അകലത്തിൽ വരെ ഗ്രാവിറ്റി വരും, ആ ഡിസ്റ്റൻസ് വരെ അത് അഫക്റ്റ് ചെയ്യും. സോ ദാറ്റ് ഈസ് നോട്ട് എ കോൺടാക്ട് ഫോഴ്സ്. ദെൻ മാഗ്നറ്റിക് ഫോഴ്സ് ഇസ് ഓൾസോ. മാഗ്നറ്റ് മുട്ടണമെന്നില്ല, ആ മാഗ്നറ്റിക് ഫീൽഡ് ഉള്ള അത്രയും ഏരിയയിൽ മാഗ്നറ്റിക് ഫോഴ്സ് ഫീൽ ചെയ്യും, അഫക്റ്റ് ചെയ്യും. ദെൻ ഫ്രിക്ഷണൽ ഫോഴ്സ്. ഫ്രിക്ഷണൽ ഫോഴ്സിന്റെ കേസിൽ അത് പറ്റില്ല. രണ്ട് ബോഡി ടച്ച് ചെയ്താൽ മാത്രമേ അവിടെ ഫ്രിക്ഷൻ വരത്തുള്ളൂ. ഫ്രിക്ഷൻ വരണമെങ്കിൽ ടച്ച്, കോൺടാക്ട് വേണം. So this is the answer. Then electrostatic force is also not a contact force. So answer is frictional force. അത് കിട്ടിയിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു. ബട്ട് ഇതിനകത്ത് ഒരു ക്വസ്റ്റ്യൻ വന്നതാണ്, അതുകൊണ്ട് ഞാൻ അത് എഴുതിയതേ ഉള്ളൂ. Convert a velocity of 72 km/h into meter per second. രണ്ട് വിത്ത് എഴുതി അല്ലേ? With the help of dimensional analysis. അങ്ങനെയൊക്കെ കണ്ട് പേടിക്കരുത്. Just you try to convert that 72 km/h into meter per second. So that will be the answer. You know that 72 km/h എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവരിബഡി നോസ് ദിസ് ആൻസർ. ഞാൻ എന്നാലും ചെയ്യുന്നതേ ഉള്ളൂ. ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ 3600. നിങ്ങൾക്ക് ഷോർട്ട് കട്ട് ഉണ്ടാവും. വാട്ട് എവർ വേ യു ഡു ഇറ്റ്, ദിസ് ഈസ് ടു ദ ആൻസർ ഈസ് 20 m/s. ഇത് എല്ലാവർക്കും കിട്ടിക്കാണും. ബട്ട് സ്റ്റിൽ ഐ എം റൈറ്റിംഗ് ദ ആൻസർ. ഓക്കെ, നെക്സ്റ്റ് പ്രോബ്ലം നമ്മുടെ ഫ്രിക്ഷൻ്റെ കോഎഫിഷ്യന്റ് ഓഫ് കൈനറ്റിക് ഫ്രിക്ഷൻ്റെ ഒരു പ്രോബ്ലം ആണ്. ഇറ്റ്സ് ലിറ്റിൽ ബിറ്റ് ലെങ്തി ബട്ട് സ്റ്റിൽ യു ക്യാൻ ഡു ഇറ്റ്. ക്വസ്റ്റ്യൻ വായിക്കാം. എ ബ്ലോക്ക് ഓഫ് മാസ് 5 kg ഈസ് പ്ലേസ്ഡ് അറ്റ് റെസ്റ്റ് ഓൺ എ ടേബിൾ ഓഫ് റഫ് സർഫസ്. സോ ദാറ്റ് മീൻസ് ദെയർ ഈസ് ഫ്രിക്ഷൻ. നൗ ഇഫ് ദ ഫോഴ്സ് ഓഫ് 30 Newton ഈസ് അപ്ലൈഡ് ഇൻ ദ ഡയറക്ഷൻ parallel to surface of the table, the block slides through a distance of 50 meters in an interval of time 10 seconds. Coefficient of kinetic friction is. അതാണ് ചോദിച്ചിരുന്നത്. Coefficient of kinetic friction, അതായത് Fk. What is Fk? Given it is G is equal to 10 m/s. ഒരു ബോഡിയുടെ മാസ് എന്ന് പറയുന്നത് 5 kg ആണെന്ന് തന്നിട്ടുണ്ട്. ഇറ്റ് ഈസ് പ്ലേസ്ഡ് അറ്റ് റെസ്റ്റ് ആണ്, പിന്നെ റഫ് സർഫസ് ആണ്. ഫോഴ്സ് അപ്ലൈഡ് ഫോഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 30 Newton അപ്ലൈഡ് ഫോഴ്സ് ഇൻ ദ ഡയറക്ഷൻ പാരലൽ ടു ദ സർഫസ് ഓഫ് ദ ടേബിൾ. ഓക്കെ, 50 meter ആണ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തത്. എത്ര? 50 meter ആൻഡ് ടൈം ഈസ് ഈക്വൽ ടു 10 seconds. ഇത്രയാണ് നമുക്ക് തന്നേക്കുന്നത്. സോ അല്ലേ, അപ്പം നമുക്കറിയാം എന്താണ്, ഒരു ബോഡി ഇങ്ങനെ ഇരിക്കുന്നു. സോ റെസ്റ്റിൽ അത് ആദ്യം ഇരിക്കുന്നു. എത്രയാണ്? 5 kg ഉള്ള ഒരു ബോഡി ഇവിടെ ഇരിക്കുന്നുണ്ട്. അതിലേക്ക് ആക്ച്വലി അതിൻ്റെ നമുക്കറിയാം ഒരു സാധനത്തിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാം എങ്ങനെയാണ്. അതിൻ്റെ വെയിറ്റ് താഴേക്ക് പോകുന്നു, അതിൻ്റെ ഒരു നോർമൽ റിയാക്ഷൻ മുകളിലേക്ക് ഉണ്ടാകും. ഇനി ഫ്രിക്ഷൻ ഉണ്ടെങ്കിൽ ദാറ്റ് ഈസ് F ഇൻറ്റു അതിൻ്റെ വെയിറ്റ് അല്ല, F ഇൻറ്റു mg ഈസ് മുകളിലേക്ക്, വെയിറ്റ് ഈസ് ഇവിടെ ഉണ്ട് താഴേക്ക്. ദെൻ ഇതിനകത്ത് എന്തെങ്കിലും അപ്ലൈഡ് ഫോഴ്സ് ഉണ്ടെങ്കിൽ ദാറ്റ് ഈസ് അപ്ലൈഡ് ഫോഴ്സ്. സോ നെറ്റ് ഇത് കൈനറ്റിക് ഫ്രിക്ഷൻ. സോ ദാറ്റ് മീൻസ് ഫ്രിക്ഷൻ F ഇൻറ്റു that much what is there, that frictional force ഇങ്ങോട്ട് വരും.
there is a friction. സോ നമുക്ക് ഇവിടെ നോർമൽ ഫോഴ്സ് ഉണ്ട്, ഇത് 50 kg ഇങ്ങോട്ട് താഴേക്ക് പോകുന്നു. സോ ദിസ് ഈസ് കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ. നമുക്ക് അത് അറിയത്തില്ല FCK അല്ലേ. നമ്മുടെ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ യു ഡോണ്ട് നോ വാട്ട് ഈസ് ദാറ്റ്. യു ഇൻറ്റു അല്ലെ FCK ഇൻറ്റു N ആണ് ഇങ്ങോട്ടുള്ളത്. ഹിയർ ഇറ്റ് ഈസ് ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് FCK ഇൻറ്റു N വരും. ഓക്കെ, വാട്ട് ഈസ് ദ ആ കോഎഫിഷ്യന്റ് ഇൻറ്റു നോർമൽ ഫോഴ്സ് ആണ് ഇതിന് ഇങ്ങോട്ട് പോകുന്നത്. ആക്ച്വലി ഇറ്റ് ഈസ് മൂവിങ്, അതിന് അപ്ലൈഡ് ഫോഴ്സ് ഉണ്ട് 30 ന്യൂട്ടൺ ഇൻ ദ ഡയറക്ഷൻ പാരലൽ ടു സർഫസ്. അപ്പം ഇത് ഇങ്ങോട്ട് സർഫസ് ഓഫ് ദ ടേബിളിൽ പാരലൽ ആയിട്ടാണ് ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്, ദാറ്റ് ഈസ് 30 ന്യൂട്ടൺ. അപ്പം ഇങ്ങനെയുള്ള കേസിൽ വാട്ട് ഈസ് അവർ നെറ്റ് ഫോഴ്സ്? നെറ്റ് ഫോഴ്സ് മാസ് നെറ്റ് ഫോഴ്സ് എഫ് നെറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? അപ്ലൈഡ് ഫോഴ്സ്. അപ്ലൈഡ് ഫോഴ്സ് എഫ് അപ്ലൈഡ് മൈനസ് അവർ ഫ്രിക്ഷണൽ ഫോഴ്സ്. അത് ഓവർകം ചെയ്തത് കൊണ്ടാണല്ലോ ഇത് മുന്നോട്ട് പോയത്. സോ എഫ് നെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? മാസ് ഇൻറ്റു ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു എഫ് അപ്ലൈഡ് 30 ന്യൂട്ടൺ മൈനസ് ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് വെച്ചാൽ അവർ FCK ഇൻറ്റു അവർ നോർമൽ ഫോഴ്സ്. നോർമൽ ഫോഴ്സ് ഈസ് ഓൾസോ അഗെയിൻ 50. ഇത്രയും നമുക്കറിയാം, ഇത്രയും കാര്യങ്ങളാണ് നമുക്കറിയാം. സോ ഇതിന് എന്താ കിട്ടണം? മാസ് നമുക്കറിയാം, മാസ് ഈസ് അഗെയിൻ വാട്ട് 5 kg. അപ്പോൾ 5 അറിയാം. ആക്സിലറേഷൻ നമുക്കറിയത്തില്ല. ആക്സിലറേഷൻ ഇത്രയും സാധനം തന്നിരിക്കുന്നതുകൊണ്ട് ഈ ബോഡി ഇവിടെ എത്തിയെന്നാണ് പറയുന്നത്. എത്തിയപ്പം ഈ ഡിസ്റ്റൻസ് ആണ് തന്നേക്കുന്നത്. എത്രയാണ്? 50 മീറ്റർ. ഇത്രയും ട്രാവൽ ചെയ്യാൻ എടുത്ത ടൈം എന്ന് പറയുന്നത്, സോ S = 50 മീറ്റർ. ടൈം എന്ന് പറഞ്ഞാൽ 10 seconds. ഓക്കെ, സോ ഇത് ഇത്രയും വരുമ്പോൾ നമുക്ക് ഇനിഷ്യൽ വെലോസിറ്റി 0 ആണെന്ന് പറയുന്നത്. ട്രസ്റ്റ് എന്നാണ് തുടങ്ങിയെന്ന് പറയുന്നത്. സോ വി ക്യാൻ ഫൈൻഡ് വാട്ട് ആക്സിലറേഷൻ നമുക്കറിയാം അല്ല, ആക്സിലറേഷൻ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ജസ്റ്റ് S = ut plus half, നേരത്തെ പറഞ്ഞ ഇക്വേഷൻ തന്നെ, ഹാഫ് AT². ടൈം നമുക്കറിയാം. ദിസ് വൺ ബിക്കം 0 ബിക്കോസ് സിൻസ് ഇനിഷ്യൽ വെലോസിറ്റി 0 ആയതുകൊണ്ട് ദാറ്റ് ബിക്കം 0. സോ ഹാഫ് ഇൻറ്റു എസ് നമുക്ക് ഡിസ്റ്റൻസ് അറിയാം. ഡിസ്റ്റൻസ് ഇവിടെ നമുക്കറിയാം 50 എന്ന് പറയുന്ന ഡിസ്റ്റൻസിലാണ്, 50 മീറ്ററിലാണല്ലോ അത് മുന്നോട്ട് പോയേക്കുന്നത്. ഈസിക്കൽ ഹാഫ് ഇൻറ്റു എ നമുക്കറിയത്തില്ല. T എത്രയാണ് പറയുന്നത്? T is 10 seconds. So 10 into 10. So this one is 5. So here also 5. So acceleration is 1 meter per second square ആണ് ആക്സിലറേഷൻ തന്നിരിക്കുന്നത്. സോ നമുക്ക് ഇതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എം നമുക്കറിയാം 5 into 1 is equal to 30 minus FCK. അതാണ് നമ്മുടെ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ഇൻറ്റു 50. അപ്പോൾ ഇത് തിരിച്ച് മറിച്ച് നോക്കിയിട്ട് കഴിഞ്ഞാൽ FCK ഇൻറ്റു 50 is equal to 30 minus 5 is equal to 25. So FCK here we will get it as 25 by 50 is equal to 0.5. So FCK ആയതുകൊണ്ട് അതിന് പ്രത്യേകിച്ച് യൂണിറ്റ് ഒന്നുമില്ല. our answer is mu is equal to mu അല്ലെങ്കിൽ FCK is equal to 0.5. സോ ഇത് തന്നെ നമുക്ക് സ്റ്റാറ്റിക് ആവാം. ഇതിപ്പം കൈനറ്റിക് ഫ്രിക്ഷൻ ആണ് ചോദിച്ചേക്കുന്നത്, അതുകൊണ്ടാണ് നമ്മൾ കൈനറ്റിക് ഫ്രിക്ഷൻ ആക്കി എടുത്തേക്കുന്നത്. സോ വെരി സിമ്പിൾ പ്രോബ്ലം. ഓൺലി തിങ് ഈസ് ദാറ്റ് നമ്മൾ ഈ ഇക്വേഷൻ നെറ്റ് ഫോഴ്സ് എപ്പോഴും ഇങ്ങനെയുള്ള ഒരു കേസ് നെറ്റ് ഫോഴ്സ് ഇസ് ഈക്വൽ ടു എഫ് അപ്ലൈഡ് മൈനസ് അതെന്താണെന്ന് വെച്ചാൽ നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് മാസിൻ്റെ ആക്സിലറേഷൻ ആണ്. അത് ഇങ്ങോട്ടൊരു വെലോസിറ്റി ഉള്ളതുകൊണ്ടാണ് നമ്മൾ അഡീഷണൽ അപ്ലൈഡ് ഫോഴ്സ് ഇവിടെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഈ അപ്ലൈഡ് ഫോഴ്സ് കൂടെ എടുത്തത്. എന്നിട്ട് അത് ഫ്രിക്ഷനെ ഓവർകം ചെയ്തത് കൊണ്ടാണ് ബോഡി മൂവ് ചെയ്തത്. അങ്ങനെ വെച്ചിട്ട് നമുക്ക് ആക്സിലറേഷൻ കണ്ടുപിടിക്കാം. നമുക്ക് ഇതെല്ലാം തന്നിട്ടുണ്ട്. ഇതെല്ലാം തരുമ്പോൾ തന്നെ നമുക്കറിയണം ആക്സിലറേഷന് വേണ്ടിയിട്ടാണ് അതൊക്കെ തന്നിരിക്കുന്നത്. ഈ ബോഡി ഇവിടുന്ന് ഇവിടെ വന്നു, അപ്പോൾ ഇത്രയും ആക്സിലറേഷൻ ഉണ്ട്. ആ ആക്സിലറേഷൻ വെച്ചിട്ട് നമുക്ക് FCK കണ്ടുപിടിക്കാം. സോ ഇച്ചിരി ലെങ്തി പ്രോബ്ലമാണ്. നമ്മൾ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതേമാതിരി വേറെ വരികയാണെങ്കിൽ സുഖമായിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ഒരു ഹോംവർക്ക് പ്രോബ്ലം ആണ്. ഇത് ചെയ്യാൻ പറ്റുമോ നോക്കുക. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ മൊമെന്റ് ഓഫ് ഇനേർഷ്യയുടെ കേസ് വെച്ചിട്ടുള്ളതാണ്. പറ്റിയില്ലെങ്കിൽ ഞാൻ നെക്സ്റ്റ് ഡേ ചെയ്യാം. ബട്ട് ഇതിന് ക്ലൂ തരാം, നിങ്ങൾക്ക് ഉറപ്പായിട്ട് ചെയ്യാൻ പറ്റും. എ സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് 2 identical spheres, each of mass 1 kg and radius 50 centimeters at the ends of the light rod. The distance between the centers of 2 spheres is 5 meters. What will be the moment of inertia of the system about an axis perpendicular to the rod passing through the midpoint? അപ്പോൾ പറഞ്ഞേക്കുന്നത് എന്താ? 2 സ്ഫിയർ ഉണ്ട്, ഈക്വൽ മാസ് ആണ്. ഇതിനെ കണക്ട് ചെയ്തിട്ട് ഒരു റോഡ് ഉണ്ട്. ഇതിന്റെ മാസ് ഒക്കെ തന്നിട്ടുണ്ട്. ഈ റോഡിന്റെ സെന്ററിൽ കൂടെയുള്ള ഒരു ആക്സിസിലുള്ള ആ ആക്സിസിലൂടെയുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിക്കാം. മൊമെന്റ് ഓഫ് ഇനേർഷ്യ ത്രൂ ദിസ് ആക്സിസ് നമുക്ക് എ എന്ന് എഴുതാം. അപ്പൊ നമുക്ക് എന്താ അറിയാം? ഇതിൽ കൂടെയുള്ളതും നമുക്കറിയാം. സോ ദിസ് വൺ ഈസ് എത്രയാണ്? 2/5 സ്ഫിയർ ആണ്, mr² ആണ്. I of
മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എന്താണ് സ്ഫിയർ. സോ IS1 ഇത് തന്നെയാണ്, സ്ഫിയർ 1ന്റെ സ്ഫിയർ 2ന്റെ ഇത് തന്നെയായിരിക്കും. പിന്നെ ഉള്ളത് ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെതേ പ്ലസ് ഈ ഡിസ്റ്റൻസ് നമുക്കറിയാം. ഈ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക എത്രയാണ് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. ആ M ഇൻറ്റു ഈ ഡിസ്റ്റൻസ് ഇതെന്ന് ഞാൻ പറയാം RX എന്ന് എടുക്കാം, ഇൻറ്റു RX ദ ഹോൾ സ്ക്വയർ. ഇത്ര എടുത്താൽ മതി. അപ്പോൾ ഒരെണ്ണത്തിന് എടുക്കുക, ഇൻറ്റു 2 എടുത്താൽ ഈ രണ്ടിനെയും കൂടെ രണ്ട് സൈമൾട്ടേനിയസ്, രണ്ടും സിമിലർ ആണല്ലോ, ഓൾമോസ്റ്റ് സിമിലർ ആണ്, മാസും ഡിസ്റ്റൻസും എല്ലാം സിമിലർ ആണ്. സോ ഇത് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുക. ക്ലൂ ഞാൻ തന്നിട്ടുണ്ട്, ഇന്ന് കണ്ടുപിടിക്കുക. ഓക്കെ, പറ്റിയില്ലെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ അത് ചെയ്യാം. ഓക്കെ, സോ ഇത് നന്നായിട്ടെല്ലാം ചെയ്ത് പഠിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങൾ ഷെയർ ചെയ്യുക ബാക്കി ഫ്രണ്ട്സിനൊക്കെ. ഓക്കെ, ബൈ.